ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കല്പം സമാധാനം കിട്ടുവാൻ വേണ്ടി നമ്മൾ പലതിലും ആശ്രയിക്കാറുണ്ട്. ചിലർക്ക് അല്പസമയം മദ്യപിച്ചാൽ സമാധാനം കിട്ടും, അല്ല കൂട്ടുകാരോടൊപ്പം കൂത്താടി നടന്നാൽ സമാധാനം കിട്ടും, സിനിമ കണ്ടാൽ സമാധാനം കിട്ടും, മറ്റെന്തിൽ പോയാലും താൽക്കാലിക സമാധാനങ്ങൾ കിട്ടും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വചനം പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകത്തിന് ഒരു സമാധാനം തരുവാൻ കഴിയും, അത് താൽക്കാലികമാണ്, അത് അല്പ നിമിഷത്തേക്കാണ്. എന്നാൽ നിത്യമായ നിലനിൽക്കുന്ന സമാധാനം തരുവാൻ ലോകത്തിലെ മതത്തിനോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഇസങ്ങൾക്കോ മറ്റു ഒന്നിനും, മദ്യത്തിനോ മയക്കുമരുന്നിനോ കഞ്ചാവിനോ ലഹരിക്കോ ഒന്നിനും നമുക്ക് നിലനിൽക്കുന്ന സമാധാനം തരുവാൻ കഴിയത്തില്ല. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ ലോകരക്ഷകനായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കുടിക്കരുതേ, ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും, അതുകൊണ്ട് ചാരായം കുടിക്കരുതേ. ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും, അതുകൊണ്ട് മദ്യം കുടിക്കരുതേ. ഉദ്യോഗസ്ഥനായാലും വിദ്വാനായിരുന്നാലും ഗദ്യപദ്യ കൃതിക്കഗ്രഗണ്യനായി ഭവിച്ചാലും, ഉദ്യോഗസ്ഥനായാലും വിദ്വാനായിരുന്നാലും ഗദ്യപദ്യ കൃതിക്കഗ്രഗണ്യനായി ഭവിച്ചാൽ മദ്യപാനം തുടങ്ങിയ സമ്പാദ്യം എല്ലാം നശിച്ചിടും, അതുകൊണ്ട് മദ്യം കുടിക്കരുതേ. ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും, അതുകൊണ്ട് മദ്യം കുടിക്കരുതേ. കുട്ടിക്കാലത്ത് കുഞ്ഞിനിട്ട വളയെന്നാലും തട്ടിച്ചു കൊണ്ടുപോയി കിട്ടും വില വാങ്ങിച്ച്. കുട്ടിക്കാലത്ത് കുഞ്ഞിനിട്ട വലയെന്നാലും തട്ടിച്ചു കൊണ്ടുപോയി കിട്ടും വില വാങ്ങിച്ച്. കോട്ടയപ്പുല്ലെന്ന് ചൊല്ലി മട്ടിതു തുടങ്ങിയാൽ കഷ്ടമാണ്, അതുകൊണ്ട് മദ്യം കുടിക്കരുതേ. ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും, അതുകൊണ്ട് മദ്യം കുടിക്കരുതേ. ഷാപ്പിൽ കയറി കുടിച്ചു, വേലി പിടിച്ചൊടിച്ചു, പോലീസുകാർ പിടിച്ചു സ്റ്റേഷനിൽ കൊണ്ടടച്ചു. ഷാപ്പിൽ കയറി കുടിച്ചു, വേലി പിടിച്ചൊടിച്ചു, പോലീസുകാർ പിടിച്ചു സ്റ്റേഷനിൽ കൊണ്ടടച്ചു. വേണ്ടുവോളം മുതുകത്തെ ഇടിക്കുമെന്നതുകൊണ്ട് മദ്യം കുടിക്കരുതേ. ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും, അതുകൊണ്ട് മദ്യം കുടിക്കരുതേ. എത്ര നല്ല പണക്കാരിൽ പലരുമീ ഉലകിൽ, എത്ര വേഗം ദരിദ്രരായി തീർന്നതും ഓർക്കുകിൽ. മാത്ര പോലും കുടിക്കാതെ കുരിശിന്റെ ചുവട്ടിൽ സൂത്രമെല്ലാം കളഞ്ഞു നീ വരിക ഈ സമയം.
മദ്യം കുടിക്കരുതേ, ധനം നശിച്ചിടും, മനക്കേടു ഭവിച്ചിടും, അതുകൊണ്ട് മദ്യം ശ്രവണസീമയ്ക്കുള്ളിൽ അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും സുവിശേഷ സ്നേഹികൾക്കുമുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എവരി വീക്ക് ഓപ്പൺ എയർ മീറ്റിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ചില മാസങ്ങളായി ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ കടന്നുപോയി മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയായിത്തീരുന്നു. എനിക്ക് മുമ്പായി വളരെ നല്ല ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ മുരളി അവർകൾ, അതുപോലെ പ്രിയ ജോസ് ബ്രദർ, ഈ ശബ്ദശ്രവണ സീക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. അല്പം മിനിറ്റുകൾ കൂടി നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അവിടെവിടങ്ങളിൽ തമ്മിത്തല്ലുകയും കൊലപാതകങ്ങളും മോഷണങ്ങളും അതുപോലെ കലാപങ്ങളും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദേശം ഒരു സുരക്ഷിതമല്ലാത്തൊരു സ്ഥലമായി കൊണ്ടിരിക്കുന്നു. സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുന്നു. അല്പസമാധാനം എവിടെ കിട്ടുമെന്ന് ചിന്തിച്ചു മനുഷ്യൻ പലതിലും ആശ്രയിക്കുന്നു. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന ചിന്തയിൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ദൈവമില്ല, പിശാചില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും ഈ ലോകം തന്നെ സ്വർഗവും നരകവും എന്ന് പറഞ്ഞ് ഇവിടം തന്നെയാണ് മനുഷ്യൻ്റെ സ്ഥിരവാസമെന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതമില്ലെന്ന് പറഞ്ഞൊക്കെ പഠിപ്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും അങ്ങനെയൊക്കെ ജീവിക്കുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും ഇല്ലാതെ ഇല്ല. നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനു തക്കവണ്ണം ക്രിസ്തു യേശുവിൽ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വെളിപ്പെടേണ്ടി വരും. ഒന്ന്, നമ്മൾ ശരീരത്തിൽ വസിക്കുക. ശരീരത്തിൽ വസിക്കുക എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ശരീരം വിടുന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആ ശരീരം വിടുന്നതും ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും ഒരു യാഥാർത്ഥ്യമായി തീരാൻ പോകുകയാണ്. ശരീരത്തിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ ഇപ്പോൾ ശരീരത്തിൽ വസിക്കുകയാണ്. ശരീരത്തിൻ്റെ അകത്താണ് യഥാർത്ഥ മനുഷ്യനിരിക്കുന്നത്. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുറംചട്ടയാണ്, നമ്മുടെ ഒരു ഭവനം. നമ്മൾ പാർക്കുന്ന ഒരു ഭവനം പോലെയാണ് നമ്മളാകുന്ന നമ്മളെ സൂക്ഷിക്കുവാൻ വേണ്ടി, നമുക്ക് പാർക്കുവാൻ വേണ്ടി ദൈവം തന്ന ഈ ശരീരം. ഈ ശരീരത്തിൽ നമ്മൾ ഇപ്പോൾ വസിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര കാലം ഈ ശരീരത്തിൽ നമ്മൾ വസിക്കുമെന്ന്, എത്ര നാൾ ഈ ശരീരത്തിൽ വസിക്കുമെന്ന് ആർക്കും തിട്ടമില്ല. ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ ശരീരം ഒരു ദിവസം വിടും. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരായ എല്ലാവരും ഈ ശരീരം വിടും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ശരീരം വിടുക തന്നെ ചെയ്യും. എത്ര ശക്തന്മാരാണെങ്കിലും ഈ ശരീരം വിട്ടുപോകുന്ന ഒരു ദിവസം വരും. ശരീരം വിടാതെ ആർക്കും ഈ ഭൂമിയിൽ ചിരഞ്ജീവികളെപ്പോലെ ഒരിക്കലും ജീവിക്കുവാൻ വേണ്ടി കഴിയത്തില്ല. ശരീരം വിടുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പണ്ഡിതനും പാമരനും ആണും പെണ്ണും ഉയർന്നവനും താണവനും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമെന്നേ എല്ലാവരും, ക്രിസ്ത്യാനിയും മുസൽമാനും ഹൈന്ദവനും ജൈനമതത്തിൽപ്പെട്ടവനും ബുദ്ധമതത്തിൽപ്പെട്ടവനും നിരീശ്വരവാദിയും യുക്തിവാദിയും എല്ലാം മനുഷ്യനായി ജനിച്ച എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം വിടേണ്ടി വരും. ശരീരത്തിൽ എന്നും സ്ഥിരവാസം ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല.
വലിയ കോടീശ്വരന്മാരായാലും കാശില്ലാത്തവരായാലും ഈ ശരീരം വിടും എന്നതാണ് നമുക്ക് കഴിഞ്ഞ നാളുകളായി കണ്ടുവരുന്ന ഒരനുഭവം. ഒരു സെക്കൻഡിൽ 6 പേർ വീതം വച്ച് ശരീരം വിട്ട് അല്ലെങ്കിൽ മരണം വഴിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നാണ് ഏകദേശ കണക്ക്. ഒരു സെക്കൻഡിൽ 6 പേർ വീതം വച്ച് മരണപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ ശരീരം വിട്ടു പോകുന്നെങ്കിൽ, ശരീരം വിടുന്നെങ്കിൽ അത് ഒരു ദിവസമാകുമ്പോൾ 5,18,400 പേർ ഒരു ദിവസം ശരീരം വിട്ട് മാറുകയാണ്. അതിൽ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ആബാലവൃദ്ധം, ചെറിയ കുഞ്ഞുങ്ങൾ തുടങ്ങി വൃദ്ധന്മാർ വരെയും ശരീരം വിട്ട് പോകുന്ന കാഴ്ചകൾ, അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ജനിച്ചു പുറം ലോകം കാണുന്നതിന് മുമ്പേ മരണത്തിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ തന്നെ 100 വയസ്സ് കഴിഞ്ഞ് 110 വയസ്സോളം ജീവിച്ച് മരണം വഴി മാറ്റപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ ശരീരം വിട്ടുമാറുന്നവരുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ശരീരം വിട്ട് നമ്മൾ, ഈ ഭൂമി വിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പോകേണ്ടി വരും എന്നതാണ് ഒരു പച്ച യാഥാർത്ഥ്യം. എത്ര വലിയ മണിമാളികകളിൽ നമ്മൾ പാർത്താലും, എത്ര കോടികൾ നമ്മുടെ ബാങ്കിൽ കിടന്നാലും, എത്ര നല്ല എയർ കണ്ടീഷൻ വാഹനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്താലും, എത്ര വലിയ മണിമാളികകളിൽ നമ്മൾ പാർത്താലും, ഒരു ദിവസം മരണമെന്ന യാഥാർത്ഥ്യം എന്നെയും നിങ്ങളെയും കടന്നു പിടിക്കാതിരിക്കത്തില്ല. അതേതു ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, നിരീശ്വരവാദിയാണെങ്കിലും, യുക്തിവാദിയാണെങ്കിലും, മരണമെന്ന 3 അക്ഷരത്തിൻ്റെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. പ്രപഞ്ച ശക്തികളിൽ പലതിനെയും കീഴടക്കിയ മനുഷ്യനെ ഇന്നും വെല്ലുവിളിക്കുന്ന ഒരു ഉഗ്രശത്രു ആരെന്ന് ചോദിച്ചാൽ, പ്രപഞ്ച ശക്തികളിൽ പലതിനെയും കീഴടക്കി ജയിച്ചടക്കി അതിൻ്റെയൊക്കെ മേൽ ആധിപത്യം പുലർത്തിയ മനുഷ്യനെ ഇന്നും വെല്ലുവിളിക്കുന്ന ഒരു ഉഗ്രശത്രു എന്ന് പറയുന്നത് മരണമെന്ന യാഥാർത്ഥ്യമാണ്, മരണമെന്ന സംഗതിയാണ്. അതേ പ്രിയരെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. മരണമെന്ന യാഥാർത്ഥ്യം നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പിടിക്കുന്നതിനു മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയേണ്ട ചില സത്യങ്ങളുണ്ട്. നമ്മൾ മൃഗങ്ങളെപ്പോലെ ജനിച്ചു, ജീവിച്ചു, ഭക്ഷിച്ചു, പാനം ചെയ്തു, നാളെ ചാകുമല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ യാത്ര ചെയ്തു കൊണ്ടിരുന്നാൽ നമ്മൾ പരാജിതരായി തീരുകയാണ്. അല്ല, ഇവിടെ ജനിച്ചതുകൊണ്ട്, ഇവിടെ പഠിക്കുന്നു, പ്രായമാകുമ്പോൾ കല്യാണം കഴിക്കുന്നു, ആ കല്യാണം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നു, ആ കുഞ്ഞുങ്ങളെ വളർത്തി കല്യാണം കഴിപ്പിച്ചു വിടുന്നു, ഒരു വീടുണ്ടാക്കുന്നു, ഇവിടെ സന്തോഷപൂർണമായി ജീവിക്കുന്നു. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മൾ മരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അസ്തമിച്ചു തീരുന്നു. ഇതിനു വേണ്ടിയല്ല കുറച്ച് നാൾ ഇവിടെ ജീവിച്ച് ഒരു വീടൊക്കെ ഉണ്ടാക്കി, ഒരു വാഹനമൊക്കെ വാങ്ങിച്ച്, കുറച്ച് വസ്തുക്കളൊക്കെ മേടിച്ച്, ഒരു നല്ല ഭവനം പണിത്, നമ്മൾ കല്യാണമൊക്കെ കഴിച്ച്, കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിച്ച്, അവരെ കല്യാണമൊക്കെ കഴിപ്പിച്ച്, ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നും പോയി നിൽക്കുന്ന ഒരു ജനറേഷനായി മാത്രം നമ്മുടെ ജീവിതം തീരുവാനല്ല ദൈവം നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് നമ്മളെ അയക്കുവാനിടയായി തീർന്നത്. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ജനിക്കുന്നു, അവർ കഴിക്കുന്നു, അവർ കിടക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും അവർ കഴിഞ്ഞു പോകുന്നു. ഇതുപോലെയല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതും മൃഗങ്ങളെ സൃഷ്ടിച്ചതും വ്യത്യാസങ്ങളാണ്. ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണ്. വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ടത് പഠിപ്പിക്കുന്നത്. മറ്റേത് ഗ്രന്ഥങ്ങളെക്കാൾ, മറ്റേത് പുസ്തകങ്ങളെക്കാൾ വ്യക്തമായി, ശക്തമായി, കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിൾ ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ ഒരു കൂട്ടർക്ക് വേണ്ടിയോ ഉള്ളതല്ല. സർവ്വലോകത്തിലുള്ള മാനവ കുലത്തിനു വേണ്ടി മഹാദൈവം മനസ്സലിഞ്ഞ് എഴുതി തന്ന, അല്ലെങ്കിൽ മഹാദൈവം മനസ്സലിഞ്ഞ് നമുക്ക് വേണ്ടി തന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം. അതിൻ്റെ ആദ്യത്തെ താളിൽ
ആദ്യ പേജിൽ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സർവചരാചരങ്ങളുടെയും സൃഷ്ടിതാവ് സർവശക്തനായ ദൈവം എന്നാണ് നമുക്ക് വേദപുസ്തകത്തിൽ, സത്യവേദ പുസ്തകത്തിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത്. താഴോട്ട് ഓരോ വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ 1, 2, 3 അധ്യായങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണുവാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് കാണുവാൻ വേണ്ടി കഴിയുന്നു. ഓരോന്നിനെയും ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കുകയാണ്. ഈ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ഈ ഭൂമിയിൽ പാർക്കുവാൻ വേണ്ടിയുള്ള സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. വാക്കുകൾ കൊണ്ടാണ് ദൈവം സൃഷ്ടിക്കുവാനിടയായി തീർന്നത്. 1, 2, 3, 4, 5, 6 ദിവസങ്ങൾ സൃഷ്ടിയുടേതായ കാര്യങ്ങളായിരുന്നു. അവസാനം സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. ഈ ആകാശം ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. ഈ ഭൂമി ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. സമുദ്രത്തെ ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. സമുദ്രത്തിൽ കിടക്കുവാൻ വേണ്ടി മത്സ്യങ്ങളെ ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. ഈ ഭൂപ്പരപ്പിൽ നമുക്ക് ഭക്ഷിക്കുവാനുള്ള വൃക്ഷങ്ങളെയും ഫലവൃക്ഷങ്ങളെയും ഒക്കെ ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. അതാത് തരം വിത്തുകൾ ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. പർവ്വജാലങ്ങളെ ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. മൃഗജാലങ്ങളെ ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. മത്സ്യങ്ങളെ ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. സൂര്യനെ ദൈവം സൃഷ്ടിച്ചു വാക്കുകൊണ്ട്. ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം ദൈവം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചു. എല്ലാം ദൈവം വാക്കുകൾ കൊണ്ട് ഉണ്ടാകട്ടെ 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 എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കിൻ്റെ മുമ്പിലെല്ലാം ഉണ്ടായി വന്നു. ഈ ഭൂമി ഉണ്ടായി വന്നു. ഈ ആകാശം ഉണ്ടായി വന്നു. ഈ സമുദ്രങ്ങൾ ഉണ്ടായി വന്നു. ഈ വൃക്ഷങ്ങൾ ഉണ്ടായി വന്നു. മൃഗങ്ങളെല്ലാം ഉണ്ടായി വന്നു. പർവ്വജാലങ്ങളെല്ലാം ഉണ്ടായി വന്നു. സമുദ്രത്തിൽ കിടക്കുവാൻ വേണ്ടി തിമിംഗലങ്ങൾ, മത്സ്യങ്ങളെല്ലാം ഉണ്ടായി വന്നു. എല്ലാം വാക്കിൻ്റെ പുറത്ത്, സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കിൻ്റെ പുറത്ത് ഉണ്ടായി വന്നു. ഈ കാണുന്ന സർവചരാചരങ്ങളെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കിൽ ഉരുവായി വന്നെങ്കിൽ എന്നെയും നിങ്ങളെയും ഒറ്റ വാക്കുകൊണ്ട് ദൈവത്തിന് ഉരുവാക്കാമായിരുന്നു. മനുഷ്യനുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായി വരുമായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രം ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞില്ല. വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഭൂമിയിലെ മണ്ണ്, ഒരു പിടി മണ്ണ് താൻ നിലത്തേക്ക് ഇറങ്ങി വന്നെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. എങ്ങനെയാ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത്? മൃഗങ്ങളെ പോലെയല്ല, തോന്നുന്ന ഏതെങ്കിലും ആ കാര്യത്തിലല്ല. ദൈവവചനം പറയുന്നു, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം, സ്വരൂപപ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഞാനും നിങ്ങളും യുക്തിയുള്ള, ബുദ്ധിയുള്ള വ്യക്തികളാണ്. ഞാനും നിങ്ങളും. ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഈ ദേശത്ത് എൻ്റെ കേൾവിക്കാരായ എല്ലാവരും എന്നെക്കാളും വിദ്യാഭ്യാസമുള്ളവരാണ്, എന്നെക്കാളും ചിന്തിക്കുന്നവരാണ്, എന്നെക്കാളും കഴിവുള്ളവരാണ്, എന്നെക്കാളും ലോകപരിചയമുള്ളവരാണ്, എന്നെക്കാളും ജ്ഞാനം ഉള്ളവരാണ്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. വേദപുസ്തകം പറയുന്നു, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന്. ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യപ്രകാരം, തൻ്റെ സ്വരൂപപ്രകാരം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ രൂപം നമുക്ക് കാണുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം, സ്വരൂപപ്രകാരമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ രൂപം എന്തെന്ന്, ദൈവത്തിൻ്റെ ആളത്വം എങ്ങനെയെന്ന്, ദൈവത്തിൻ്റെ സാദൃശ്യം എങ്ങനെയാണ്, ദൈവത്തിൻ്റെ രൂപരേഖ എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് മനുഷ്യൻ ദൈവമെന്ന് പറഞ്ഞ്
പലതിൻ്റെ പുറകിൽ പോകുകയാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു എന്നാണ്. അപ്പോൾ അക്ഷയനായ, ക്ഷയമില്ലാത്ത ദൈവത്തെ, അക്ഷയനായ ദൈവത്തെ മനുഷ്യൻ, ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യനാക്കി മാറ്റി കേട്ടോ. മനുഷ്യരെ ആരാധിക്കുന്ന ഇടങ്ങൾ ഇന്ന് പല ഇടങ്ങളിൽ കാണുവാൻ വേണ്ടി കഴിയുന്നു. മൃഗങ്ങളെ ആരാധിക്കുന്ന ഇടങ്ങളെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു. പാമ്പിനെ ആരാധിക്കുന്ന ഇടങ്ങളെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു. നമുക്കൊരു കാര്യം മനസ്സിലാക്കിയ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയാൽ നമ്മൾ സർവശക്തനായ ദൈവത്തെ ഒന്നുമില്ലാതെയാക്കി മാറ്റിയിരിക്കുകയാണ്. 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ കവലകളിൽ മനുഷ്യൻ്റെ കൈവേലകളാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതൊന്നുമല്ല ദൈവമെന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാം ഉണ്ടാക്കിയതല്ല ദൈവം, നമ്മളെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട് കേട്ടോ. ദൈവത്തെ ആർക്കും ഉണ്ടാക്കുവാൻ വേണ്ടി കഴിയത്തില്ല. ദൈവത്തെ ആർക്കും സൃഷ്ടിക്കുവാൻ വേണ്ടി കഴിയത്തില്ല. ദൈവത്തെ ആർക്കും കാശ് കൊടുത്ത് മേടിക്കുവാൻ കഴിയത്തില്ല. ദൈവമാരുടെയും കൈക്കൂലിയിലോ ദൈവമാരുടെയും കാശിലോ ഒതുങ്ങുന്നവനല്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം അക്ഷയനാണ്. ദൈവം സർവശക്തനാണ്. ദൈവം സർവജ്ഞാനിയാണ്. ദൈവം സർവവ്യാപിയാണ്. ആരുടെയെങ്കിലും കാശിൽ ഒതുങ്ങുന്നവനല്ല. ആരുടെയെങ്കിലും പോക്കറ്റിൽ ഒതുങ്ങുന്നവനല്ല. 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ കവലകളിൽ വാങ്ങാൻ കിട്ടുന്നതുമല്ല ദൈവം എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള, യുക്തിയുള്ള, ജ്ഞാനമുള്ള എൻ്റെ കേൾവിക്കാരായ ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരോടൊരു വാക്ക് ഞാൻ പറയട്ടെ. സർവശക്തനായ ദൈവത്തെ ആർക്കും കാശ് കൊടുത്ത് വാങ്ങുവാൻ കഴിയത്തില്ല എന്നതാണ്. അതെ, ആ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരമാണ്, ആ ദൈവത്തിൻ്റെ സ്വരൂപപ്രകാരമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി തീർന്നത്. അതെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിലത്തെ പൊടിയെടുത്ത് ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം, സ്വരൂപപ്രകാരമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ എങ്ങനെയായി ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത്? കുരങ്ങൻ പരിണമിച്ചല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും സംഗതികളാലല്ല മനുഷ്യൻ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുവാനിടയായി തീർന്നത്. സർവശക്തനായ ദൈവം നിലത്തെ പൊടിയെടുത്ത് തൻ്റെ സാദൃശ്യപ്രകാരം, സ്വരൂപപ്രകാരം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തൻ്റെ മൂക്കിൽ ജീവശ്വാസമോതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടിട്ട് എഴുന്നേറ്റു പോകട്ടെ എന്ന് ദൈവം മനുഷ്യനോട് പറഞ്ഞില്ല. ആ ദൈവം നിലത്തോളം കുനിഞ്ഞ് ആ നിലത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ മൂക്കിലേക്ക് തൻ്റെ ജീവശ്വാസം ഊതി കയറ്റുവാനിടയായി. ജീവശ്വാസം ഊതി കയറ്റിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ്റെ കണ്ണുകൾ ഇമവെട്ടി, അവൻ്റെ കൈകാലുകൾ ചലിക്കാൻ തുടങ്ങി, അവൻ്റെ ശരീരത്ത് ചലനമുണ്ടായി. അവൻ്റെ കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ അവൻ ആദ്യം കണ്ടത് ഇവിടത്തെ പ്രകൃതി രമണീയമായ അനുഭവങ്ങളല്ല, കാണാൻ കഴിയുന്ന പലതുമല്ല. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ മനുഷ്യന് കാണുവാൻ വേണ്ടി ആദ്യമായി കഴിഞ്ഞത് സർവശക്തനായ ദൈവത്തെയാണ്. അവൻ ആദ്യമായി കണ്ടത്, സൃഷ്ടിയായ മനുഷ്യൻ ആദ്യം കണ്ടത് ഇവിടത്തെ മറ്റൊന്നുമല്ല, തന്നെ ഉണ്ടാക്കിയ സൃഷ്ടിതാവിനെയാണ്. അതെ, നമ്മൾ ആദ്യം കാണേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ആദ്യം അറിയേണ്ടത് ഇവിടത്തെ യാതൊരു ക്രമീകരണങ്ങളോ സജ്ജീകരണങ്ങളോ അതോ മറ്റൊന്നുമല്ല. നമ്മൾ ആദ്യം കാണേണ്ട ഒന്നെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകനെയാണ്, നമ്മുടെ ദൈവത്തെയാണ്. നമ്മുടെ ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏതു മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് കുലത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും,
നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ച് പുറകെ പോയി അതൊക്കെ കണ്ടുപിടിച്ച് പഠിച്ച് അവസാനം നമ്മുടെ ജീവിതം പരാജയപ്പെടരുത്. നമ്മൾ അറിയേണ്ടത് അറിഞ്ഞില്ലെങ്കിൽ, നമ്മൾ അറിയേണ്ടത് അറിയാതെ പോയാൽ നമ്മുടെ ജീവിതം ഇവിടെ പരാജയമാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നു. ജനിച്ച അന്നു മുതൽ നമ്മൾ പലതും പഠിക്കുന്നുണ്ട്. ജനിച്ച അന്നു മുതൽ നമ്മൾ പലതും അറിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട പലതും നമ്മൾ അറിയാതെ പോകുകയാണ്. എന്താ നമ്മൾ അറിയാത്തത്? നമ്മുടെ രക്ഷകനെ നമ്മൾ അറിയാതെ പോകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു 3 വയസ്സ് കഴിയുമ്പോൾ അവരെ പഠിക്കുവാൻ വേണ്ടി UKGയിലോ അല്ലെങ്കിൽ നഴ്സറിയിലോ പ്രീ KGയിലോ ഒക്കെ നമ്മൾ കൊണ്ടാക്കും. അവരുടെ ജീവിത അവസാനം വരെയും അവർ പഠിക്കുവാൻ വേണ്ടി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കും. അവർ പുസ്തകങ്ങൾ വാങ്ങി വായിക്കും. അവർ കലാലയങ്ങളിൽ പോയി പഠിക്കും. അവർ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കുകയാണ്. എന്താ പഠിക്കുന്നത്? ഈ ലോകത്തിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി അവർ പലതും പഠിക്കുകയാണ്. പക്ഷെ അവിടെ ജീവിതത്തിൽ അറിയേണ്ടത്, അവിടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടത്, അവിടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ടത് നമ്മൾ അവരെ പഠിപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല. നിനക്കൊരു രക്ഷകനുണ്ട്. ഏതു പ്രതിസന്ധിയിലും നിന്നെ രക്ഷിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്നുവരെയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ പലതും പഠിപ്പിക്കുന്നു. വർഗീയത പഠിപ്പിക്കുന്നു, അടുത്തവനെ നശിപ്പിക്കാൻ പഠിപ്പിക്കുന്നു, മന്ത്രവാദം ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുന്നു, മറ്റവന് പാരപണിയുവാൻ പഠിപ്പിക്കുന്നു. നമ്മൾ നല്ല കാര്യങ്ങളും തീയ കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നു. എന്നാൽ ഒരു രക്ഷകനുണ്ട്, ഒരു ദൈവമുണ്ട്. നിന്റെ പ്രതികൂലത്തിൽ, നിന്റെ പ്രശ്നത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരുവനുണ്ടെന്ന്, ഒരു രക്ഷകനും ദൈവവും ഉണ്ടെന്ന് നമ്മുടെ തലമുറകളെ, കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കാൻ മറന്നു പോകുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ ജീവിതം സക്സസ് ആകുന്നില്ല, അവിടെ ജീവിതം വിജയകരമാകുന്നില്ല, അവിടെ ജീവിതം പരാജിതമാകുകയാണ്, അവിടെ ജീവിതം പരാജയപ്പെടുകയാണ്, അവിടെ ജീവിതം ഒരിടവും എത്താതെ പോകുന്നു. അങ്ങ് ആകാശമുറ്റയോളം അവർ പഠിച്ചു വളർന്നു പോകുന്നു. പക്ഷേ നിസ്സാരമായ കാര്യത്തിൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അവർ തകർന്നു പോകുകയാണ്. അതേ സ്നേഹിതരെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. നമുക്കറിയാം, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വർത്തമാന പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും TV ന്യൂസിലുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു CJ റോയി എന്ന് പറയുന്ന ഒരു കോടീശ്വരൻ. തൻ്റെ 13ാമത്തെ വയസ്സിൽ ഒരു കാർ സെയിൽ നടത്തുന്ന ഇടത്ത് പോയി കാറ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു സെയിൽസ്മാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്ന്, നീ എന്തോ കാറെടുക്കാൻ വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞ് കളിയാക്കി അവൻ അവിടെ നാട്ടി പുറപ്പെടുവിച്ചു, ഇറങ്ങി പോകാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ കുഞ്ഞു മനസ്സ് നൊന്തു. അദ്ദേഹം അന്ന് മനസ്സിൽ തീരുമാനിച്ചു, ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകൾ ഞാൻ സ്വന്തമാക്കും. ആ കുഞ്ഞു മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളെ ഞാൻ സ്വന്തമാക്കുമെന്ന് ഹൃദയത്തിൽ താൻ നിശ്ചയിച്ച് അതിനുവേണ്ടി താൻ പ്രവർത്തിക്കുവാനിടയായി, പ്രാർത്ഥിക്കുവാനിടയായി, ദൈവത്തിൽ വിശ്വസിക്കുവാനിടയായി. എന്തു തന്നെയാണെങ്കിലും ആദ്യമായിട്ട് താൻ ഒരു കാറ് സ്വന്തമായി മേടിച്ചു. കഴിഞ്ഞിട്ട് കോടികളുടെ കാറുകൾ തൻ്റെ ഗ്യാരേജിൽ സ്വന്തമാക്കി. പക്ഷേ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ജീവിക്കാൻ മറന്നുപോയ CJ റോയി ആത്മഹത്യ ചെയ്തു. കോടികളുടെ ആസ്തിയുണ്ട്, കോടികളുടേതായ സമ്പാദ്യമുണ്ട്. കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അധിപനായിട്ട് CJ റോയി ആയിരിക്കുമ്പോഴും തനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ താൻ ഈ ലോകത്തിൽ നിന്ന് പരാജയപ്പെടുകയാണ്. കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു. ഏകദേശം 12 കോടി രൂപയുടെ കാറിലായിരുന്നു CJ റോയി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 10-12ഓളം കാറുകൾ തൻ്റെ വീട്ടിൽ താൻ സൂക്ഷിച്ചിരുന്നു. കോടികളുടെ കാറുകളുണ്ട്, എയർ കണ്ടീഷൻ റൂമുണ്ട്, യാത്ര ചെയ്യാൻ സ്വന്തമായിട്ട് പ്ലെയിനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നപ്പോൾ, ജീവിതത്തിലൊരു പ്രതികൂലം വന്നപ്പോൾ CJ റോയി എന്ന് പറയുന്ന കോടീശ്വരന് അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മരണപ്പെട്ടുപോയി. എന്നാൽ ഇന്നു പകൽ ഞാൻ പറയാം,
CJ റോയി എന്ന് പറയുന്ന കോടീശ്വരന് ഒരു ചെറിയ പ്രശ്നത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തപ്പോൾ അതിലും വലിയ പ്രശ്നമുള്ള എത്രയോ പേർ എൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ മരിക്കാത്തതിൻ്റെ കാരണം, നമ്മൾ ആത്മഹത്യ ചെയ്യാത്തതിൻ്റെ കാരണം, നമ്മൾ നാടുവിട്ടോടാത്തതിൻ്റെ കാരണം, നമ്മുടെ ജീവിതം കയറിൽ അല്ലെങ്കിൽ വിഷക്കുപ്പിയിൽ തീർക്കാത്തതിൻ്റെ കാരണം, നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്ന ഒരു വിശ്വാസമാണ്. കോടീശ്വരനായ CJ റോയി അത് മറന്നുപോയി. കപ്പൽ ജോയി എന്ന് പറയുന്ന ഒരു കോടീശ്വരൻ ഇന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും വലിയ വീട് വെച്ച് പാർത്തുകൊണ്ടിരുന്ന കപ്പൽ ജോയി എന്ന് പറയുന്ന വ്യക്തി വയനാടിൽ ഏറ്റവും വലിയ ഒരു കൊട്ടാര തുല്യമായ വീട് വെച്ച് താൻ താമസിച്ചു കൊണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും ആത്മഹത്യ ചെയ്തു. അദ്ദേഹവും കോടികളുടെ ആസ്തിയുള്ള വ്യക്തിയായിരുന്നു, ഒരു കോടീശ്വരനായിരുന്നു. പക്ഷെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി. നമുക്കറിയാം, മുത്തൂറ്റിൻ്റെ അധിപനായ ജോർജ് സാറ് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് താൻ ആത്മഹത്യ ചെയ്തത്. ഇവിടെ കോടീശ്വരന്മാരെല്ലാം ആത്മഹത്യ ചെയ്യുന്നു. കോടീശ്വരന്മാരെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാതെ മരണത്തിലേക്ക് അവർ ചാടുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, നമുക്ക് ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് നാട് വിട്ടോടാത്തതെന്ന് ചോദിച്ചാൽ നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ളൊരുവനുണ്ടെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു. യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഞാനും ഒരു വഴിയെന്നല്ല പറഞ്ഞത്, ഞാനും ഒരു സത്യമെന്നല്ല പറഞ്ഞത്, ഞാനും ഒരു ജീവനെന്നല്ല. ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് സത്യങ്ങളുണ്ട്, അതിലൊരു വഴി ഞാനുമാണെന്നല്ല. എന്നാൽ ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞത്, ഞാൻ തന്നെ ഐ ആം ദ വേ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. അതെ പ്രിയരെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, വഴി അറിയാതെ, ജീവിതത്തിൻ്റെ സത്യം എന്തെന്നറിയാതെ, ജീവിതത്തിൽ വെളിച്ചം എന്തെന്നറിയാതെ വഴിതെറ്റി നടക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ഒരു കാര്യം വ്യക്തമായി പറയാം, നിങ്ങൾക്കൊരു വഴികാട്ടി നസ്രേനായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് നല്ലൊരു വഴികാട്ടി, യേശു ക്രിസ്തുവാണ് സത്യം, യേശു ക്രിസ്തുവാണ് ജീവൻ, യേശു ക്രിസ്തുവാണ് നല്ലൊരു വഴികാട്ടി. നിങ്ങളെ പാതി വഴിയിൽ കൊണ്ടിടാതെ, നിങ്ങളെ പടുകുഴിയിൽ കൊണ്ടിടാതെ, നിങ്ങളെ നരകത്തിൽ കൊണ്ടിടാതെ, നിങ്ങളെ നിത്യജീവങ്കിലേക്ക് എത്തിക്കുന്ന, നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിക്കുന്ന, നിങ്ങളെ ജീവിതം പരാജയമാകാതെ വിജയകരമാക്കി തീർക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. കേട്ടോ, ഹല്ലേലൂയ. ഒരു കാര്യം വ്യക്തമായി പറയാം, ജഡത്തിൽ വെളിപ്പെട്ടു. യേശു ക്രിസ്തു എങ്ങനെയാ ജഡത്തിൽ വെളിപ്പെട്ടത്? ഒരു പുരുഷന്റെ ഇഷ്ടത്താലല്ല, ഒരു സ്ത്രീയുടെ ഇഷ്ടത്താലല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിപ്പാനിടയായി തീർന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും ഇഷ്ടത്താൽ നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ കാര്യം അങ്ങനെയല്ലായിരുന്നു. യേശു ക്രിസ്തു സ്ത്രീയുടെയും പുരുഷന്റെയും ഇഷ്ടത്താലല്ല ഈ ഭൂമിയിലേക്ക് അവതരിപ്പാനിടയായി തീർന്നത്. അതെ, യേശുവിൻ്റെ ജനനം വളരെ വ്യത്യസ്തമായിരുന്നു. യേശു ജനിച്ചതുപോലെ ഈ ഉലകത്തിൽ ആരും ജനിച്ചിട്ടില്ല. യേശു ജീവിച്ചതുപോലെ ഉലകത്തിൽ ആരും ജീവിച്ചിട്ടില്ല. യേശു വളർന്നതുപോലെ ഉലകത്തിൽ ആരും വളർന്നിട്ടില്ല. യേശു മരിച്ചതുപോലെ ഉലകത്തിൽ ആരും മരിച്ചിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ
ഉലകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നതാണ് സത്യം. ഗബ്രിയേൽ മാലാഖ ഒരിക്കൽ മറിയ എന്ന പെൺകുട്ടിയുടെ അരികിൽ വന്നിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്: കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. ആ മറിയ എന്ന പെൺകുട്ടി ഗബ്രിയേൽ ദൂതനോട് ഒരു ചോദ്യം ചോദിച്ചു: ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? അതെ, കല്യാണം കഴിയാത്ത, വിവാഹ നിശ്ചയം മാത്രം ചെയ്ത, പുരുഷനെ അറിയാത്ത ആ മറിയ എന്ന പെൺകുട്ടിയോട് ഗബ്രിയേൽ ദൂതറിയിച്ചപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു: ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ഗബ്രിയേൽ തിരിച്ചു മറുപടി പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ യേശു ക്രിസ്തു എന്ന് പേർ വിളിക്കും. അതെ, യേശു ക്രിസ്തു എന്ന് വിളിക്കപ്പെടും. ആ ദൂതിൻ്റെ മുമ്പിൽ മറിയ ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവർ ഗർഭിണിയായി. അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ലോകത്തിൻ്റെ രക്ഷകനായി യേശുവായിരുന്നു. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ വിളിക്കണം. യേശു എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ സ്ഥാപകനല്ല. യേശു എന്ന് പറഞ്ഞാൽ കുറച്ചുപേരുടെ ഒരു നേതാവല്ല. യേശു ലോകത്തിൻ്റെ രക്ഷകനാണ്. ഈ ദേശത്തെന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു മതസ്ഥാപകനല്ല. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. യേശു ഒരു വിഭാഗത്തിൻ്റെ ദൈവമല്ല. ലോകത്തിൽ യേശു എന്ന മഹൽ വ്യക്തി ലോകത്തിലെ എല്ലാവരുടെയും രക്ഷകനാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം: യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്താൽ നീ രക്ഷിക്കപ്പെടും. യേശു നിന്റെ പാപങ്ങളെ മോചിക്കും. യേശു നിന്റെ ശാപങ്ങളെ മാറ്റും. യേശു നിനക്ക് പരിശുദ്ധ ജീവിതം തരും. യേശു നിന്റെ കുടുംബത്തെ സഹായിക്കും. യേശു നിന്നെ രക്ഷയിലേക്ക് നയിക്കും. യേശു നിന്നെ നിത്യജീവങ്കിലേക്ക് കൊണ്ടുപോകും. കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ളിടത്ത് അല്ല, നിത്യ സന്തോഷമുള്ളിടത്ത്, മരണമില്ലാത്തടുത്ത്, കണ്ണുനീരില്ലാത്തടുത്ത്, നിലവിളിയില്ലാത്തടുത്ത്, സങ്കടമില്ലാത്തടുത്ത്, എപ്പോഴും സന്തോഷമുള്ള ഒരിടമായ ഇടത്ത് യേശു ക്രിസ്തു നിന്നെ കൊണ്ടെത്തിക്കും. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു. അതെ, ഇന്നു പകൽ ഈ വൈകിയ സായാം വേളയിൽ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുമോ? യേശുവെ, ഞാനൊരു പാപിയാണ്, ലോകത്തിൻ്റെ രക്ഷകനാണ് യേശു. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിൽ വന്നു. 33.5 തിരുവയസ്സ് വരെ ജീവിച്ചു. പാപികൾക്ക് പാപമോചനം കൊടുത്തു, രോഗികൾക്ക് രോഗസൗഖ്യം കൊടുത്തു, നാടെങ്ങും നന്മ ചെയ്തു, പാപികളെ രക്ഷിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മുടന്തനെ നടത്തിപ്പിച്ചു, കുരുടന് കാഴ്ച കൊടുത്തു, മരിച്ചു നാറ്റം വെച്ച് 4 നാളായ ലാസറിനെ വരെയും പച്ച ശരീരത്തോടെ ജീവനോട് പുറത്തെടുത്തു. അതേ പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയാം: ആ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുമോ? യേശുവെ, ഞാനൊരു പാപിയാണ്. അതേ, മലകൾ കയറിയാൽ നിന്റെ പാപമോചനം മാറത്തില്ല. നേർച്ചകളും കാഴ്ചകളും അർപ്പണങ്ങളും ദർപ്പണങ്ങളും നടത്തിയാൽ പാപമോചനം കിട്ടത്തില്ല. അതേ, പുണ്യസ്ഥലങ്ങൾ, നദികൾ സന്ദർശിച്ചാൽ, മുങ്ങിയാൽ പാപമോചനം കിട്ടത്തില്ല. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്തിൽ ആശ്രയിച്ചാൽ, ആ രക്തം നമ്മുടെ മേൽ കഴുകൽപ്പെട്ടാൽ മാത്രമേ നമുക്ക് പാപമോചനം കിട്ടത്തുള്ളൂ, നമുക്കൊരു പരിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ജനിച്ചിട്ടറയും നാളായിട്ടും യേശുവിനെക്കുറിച്ച് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം: ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെ ഒരു കാലത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞവരും യേശുവിനെതിരായി ജീവിച്ചവരും യേശുവിനെതിരായി സംസാരിച്ചവരും ഒക്കെ ആയിരുന്നു. ഞങ്ങളും അങ്ങനെ ജനിച്ചതേ യേശുവിൻ്റെ മക്കളായിട്ടല്ല. യേശുവിനെ ചീത്ത വിളിച്ചവരായിരുന്നു, യേശുവിനെ പ്രസംഗിക്കുന്നവരെ അടിക്കാൻ നടന്നവരായിരുന്നു, യേശുവിനെ പ്രസംഗിക്കുന്നവർക്കെതിരായി പ്രവർത്തിച്ചവരായിരുന്നു. പക്ഷേ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം മാറി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറി, ഞങ്ങൾക്ക് സമാധാനമുണ്ടായി. സമാധാനമില്ലാതിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടായി. എനിക്ക് മുമ്പായി പാട്ടുപാടിയ പ്രിയ കർത്താവിൻ്റെ ദാസൻ മുരളി, അവരുടെ ഭവനം നരകമായിരുന്നു, നരകതുല്യമായിരുന്നു. എന്നാൽ എന്നെപ്പോലെ ഒരു സുവിശേഷകൻ ആ വീട്ടിൽ പോയി യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ക്രിസ്തുവിൽ അവർ വിശ്വസിച്ചു, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു.
അന്നു മുതൽ അവരുടെ ജീവിതത്തിൻ്റെ അസമാധാനം മാറി, മദ്യപാന സ്വഭാവങ്ങൾ മാറി, അവരുടേതായ ജീവിതത്തിൻ്റെ തകർച്ച മാറി. ഇന്നവരുടെ ജീവിതം സ്വർഗതുല്യമായി മാറി. എന്തെന്നറിയാമോ? ഇവിടുത്തെ മതം കൊടുത്തതല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടുത്തതല്ല, ഇവിടുത്തെ ഒരു നേതാക്കന്മാർ കൊടുത്തതല്ല. ലോകത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു ഇവിടെ ജീവിതത്തിൽ വന്നതാണ്. അതേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ആ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുമോ? ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ യേശു കർത്താവ് ജീവിച്ചു. ഒത്തിരി പാപികളെ രക്ഷിച്ചു, ഒത്തിരി രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, ഒത്തിരി മരിച്ചവരെ ഉയർപ്പിച്ചു, ഒത്തിരി കുടുംബങ്ങൾക്ക് അത്താണിയായി, ഒത്തിരി കുടുംബങ്ങൾക്ക് ആശ്വാസമായി. എന്നാൽ യേശുവിന് ലോകം കൊടുത്തത് പട്ടുമെത്തയല്ല, യേശുവിന് ലോകം കൊടുത്തത് നോട്ടുമാലയല്ല, യേശുവിന് ലോകം കൊടുത്തത് പൂമാലയല്ല, യേശുവിന് ലോകം കൊടുത്തത് ക്രൂശുമരണമായിരുന്നു. യേശുവിനെ പിടിച്ചു, യേശുവിനെ ക്രൂശിച്ചു. എന്നാൽ ഇന്ന് സായാം വേളയിൽ ഞാൻ പറയാം, ലോകത്തിൽ നന്മ ചെയ്ത, ലോകത്തിലെല്ലാവർക്കും നന്മ മാത്രം സുവിശേഷിച്ച, നന്മയ്ക്ക് വേണ്ടി നിന്നവർ, തിന്മയിൽ തുടർന്നവരെ നന്മയിലേക്ക് നയിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. എന്നാൽ യേശു ക്രിസ്തു ആ നന്മ പ്രവർത്തികൾ ചെയ്തതുകൊണ്ട് ലോകം യേശുവിനെ പിടിച്ചു, അടിച്ചു, മുറിവേൽപ്പിച്ചു, ക്രൂശിൽ കയറ്റി, ക്രൂശുമരണം കൊടുത്തു കേട്ടോ. എന്നാൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ ക്രൂശിൽ കയറ്റി ക്രൂശിച്ചാലും ഞാൻ ആ ക്രൂശുമരണത്തെ ജയിക്കും, മരണത്തെ തോൽപ്പിക്കും, കല്ലറയെ പൊട്ടിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരുന്നപ്പോൾ മരണത്തെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ജീവിച്ചിരുന്നപ്പോൾ പലരെയും തോൽപ്പിച്ചു. യുദ്ധവീരന്മാരുണ്ട്, ഹിറ്റ്ലർ, മുസോളിനി, അതുപോലെ ഗദ്ദാഫി, അലക്സാണ്ടർ, നെപ്പോളിയൻ ഒക്കെ ഒരുപാട് പേരെ തോൽപ്പിച്ചു, ഒരുപാട് രാജ്യങ്ങളെ തോൽപ്പിച്ചു, ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ചു വന്നവരാ. പക്ഷെ മരണത്തിൻ്റെ മുമ്പിൽ അവരെല്ലാം തോറ്റുപോയി. വലിയ വലിയ യുദ്ധങ്ങൾ ജയിച്ചു അലക്സാണ്ടർ, വലിയ വലിയ യുദ്ധങ്ങൾ ജയിച്ചു നെപ്പോളിയൻ, വലിയ വലിയ രാജ്യങ്ങളെ കീഴടക്കി ഹിറ്റ്ലർ, ലോകം മൊത്തം വെട്ടിപ്പിടിച്ചു അലക്സാണ്ടർ. പക്ഷെ മരണത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയി, മരണം കൊണ്ട് അവസാനിച്ചു പോയി. സകലരുടെ മുമ്പിൽ മുട്ടുമടക്കി. ആരുടെ മുമ്പിലും മുട്ടുമടക്കാത്ത മഹാനായ അലക്സാണ്ടർ മഹാസമുദ്രത്തെ നോക്കിക്കൊണ്ട് വടവാൾ വീശിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാസമുദ്രമേ, നീയും ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും ജയിച്ചടക്കുമെന്ന് വീമ്പിളക്കിയ അലക്സാണ്ടർ മരണത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയി, കല്ലറയുടെ മുമ്പിൽ അവസാനിച്ചു. എന്നാൽ യേശു കർത്താവ് മരണം കൊണ്ട് അവസാനിച്ചില്ല, കല്ലറയിൽ നീറി ഒടുങ്ങിയില്ല. 3-ാമത്തെ ദിവസം കല്ലറയെ പൊട്ടിച്ചു. കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് റോമൻ ഇമ്പീരിയൻ മുദ്രയെ തകർത്തുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ലോകത്തെ കിടുകിട വിറപ്പിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ കല്ലറയിൽ ആരും കാവൽ നിർത്തിയില്ല. ലോകത്തെ കിടുകിട വിറപ്പിച്ച യുദ്ധവീരന്മാരായ ശക്തന്മാരായ നെപ്പോളിയന്റെയോ അലക്സാണ്ടറിന്റെയോ ഹിറ്റ്ലറിന്റെയോ കല്ലറയ്ക്ക് ആരും കാവൽ നിർത്തിയില്ല. കാരണം അവർക്കൊക്കെ അറിയോ, ഇവരൊക്കെ തീർന്നു തീർന്നു തീർന്നു, കല്ലറ കൊണ്ട് അവസാനിച്ചു, ഇനി വരത്തില്ല, ഇവൻ്റെയൊക്കെ കഥ കഴിഞ്ഞു, ഇവൻ്റെയൊക്കെ കാര്യം കഴിഞ്ഞു, ഇവൻ്റെയൊക്കെ ജീവിതം തീർന്നു. അലക്സാണ്ടറിൻ്റെ മരണം കൊണ്ട് തീർന്നു എന്നെല്ലാവരും വിധി എഴുതി. നെപ്പോളിയൻ്റെ ജീവിതം കൊണ്ട് തീർന്നു എന്ന് വിധി എഴുതി. സകലരും മരിച്ചപ്പോൾ എല്ലാവരും വിധി എഴുതി, ഇനി എഴുന്നേക്കത്തില്ല, തീർന്നു. അവരുടെ ഒന്നും കല്ലറകളിൽ ആരും കാവൽ നിർത്തിയില്ല, ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് കാവൽ നിർത്തിയില്ല. എന്നാൽ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ടപ്പോൾ അന്നത്തെ റോമൻ ഗവൺമെൻറ് യേശുവിൻ്റെ കല്ലറയിൽ കാവൽ നിർത്തി. യേശുവിൻ്റെ കല്ലറയെ മുദ്ര വച്ചു, യേശുവിൻ്റെ കല്ലറയെ മുദ്ര വച്ചു. ഒരിക്കലും ഉയർത്തു വരരുത്, ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞ് വലിയ കല്ല് വച്ചു, അതിൽ റോമൻ ഇമ്പീരിയൻ മുദ്ര വച്ചു. തീർന്നില്ല, കാവൽ കൂട്ടത്തെ നിർത്തി, ഉയർക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ യേശു ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞു, 3-ാമത്തെ ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതെ, റോമൻ ഇമ്പീരിയൻ മുദ്രയെ പൊട്ടിച്ചു കേട്ടോ, കാവൽ കൂട്ടത്തെ തകർത്ത് കേട്ടോ, വലിയ കല്ലിനെ പൊട്ടി ഹാമേൻ മാറ്റി കേട്ടോ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ,
യേശു കർത്താവ് ജീവിക്കുന്നു. ഹാ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മറ്റൊരു പാട്ടുകാരൻ പാടിയത് ഇങ്ങനെയാണ്: ഉലകമകാത്മാരകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു, നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഹല്ലേലൂയ. അതെ പ്രിയരെ, എല്ലാവരുടെയും കല്ലറകൾ ഇവിടെ അടഞ്ഞു കിടക്കുമ്പോൾ, ഉലക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ, അവരെല്ലാം മരണം കൊണ്ട് തീർന്നപ്പോൾ, ഒരുവന്റെ കല്ലറ മാത്രം ഉലക ചരിത്രത്തിൽ പൊട്ടി തുറന്നിട്ടുണ്ട്. ഒരുവന്റെ കല്ലറ മാത്രം തുറക്കപ്പെട്ടിട്ടുണ്ട്. ഒരുവൻ മാത്രം മരണത്തെ തോൽപ്പിച്ചിട്ടുണ്ട്. ഒരുവൻ മാത്രം മരണത്തെ ജയിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ലേ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ കല്ലറ ഇന്ന് അടഞ്ഞു കിടക്കുന്നില്ല. ഹീ ഈസ് നോട്ട് ഹിയർ. അവൻ ഇവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ കല്ലറ കാണാൻ ഇന്ന് കഴിയും. ഭൂലോകത്തിൻ്റെ മധ്യഭാഗമായ പാലസ്തീൻ്റെ പച്ചമണ്ണിൽ ആ ഗോൽഗോഥായിൽ യേശുവിൻ്റെ കല്ലറ ഇന്നുണ്ട് കേട്ടോ. യേശുവിൻ്റെ കല്ലറ ഇന്ന് അടഞ്ഞല്ല കിടക്കുന്നത്. ബുദ്ധൻ്റെ കല്ലറ സന്ദർശിച്ചാൽ നഖവും പല്ലും എല്ലും തലമുടിയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നാൽ യേശുവിൻ്റെ കല്ലറ സന്ദർശിച്ചാൽ നഖവും എല്ലും പല്ലും മുടിയും ഒന്നും അവിടെ കാണത്തില്ല. ഒന്നും അവിടെയില്ല. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതെ, യേശു കർത്താവ് മരണത്തെ തോൽപ്പിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതെ, ഉയർക്കില്ലെന്ന് പറഞ്ഞ്, ഉയർപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ, ബൈൻഡ് ചെയ്ത, ബന്ധിച്ച, ഇമ്പീരിയൻ മുദ്ര കൊണ്ട് മുദ്ര വച്ച, കല്ലറയടച്ച കാവൽക്കൂട്ടത്തെ നിർത്തിയ എല്ലാവരെയും തകർത്തുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ഗാന്ധിജി ഉയർത്തെഴുന്നേറ്റില്ല. രാജീവ് ഗാന്ധി ഉയർത്തെഴുന്നേറ്റില്ല. മഹാത്മാഗാന്ധി ഉയർത്തെഴുന്നേറ്റില്ല. അതെ, ഇന്ദിരാഗാന്ധി ഉയർത്തെഴുന്നേറ്റില്ല. എബ്രഹാം ലിങ്കൻ ഉയർത്തെഴുന്നേറ്റില്ല. സദാം ഹുസൈൻ ഉയർത്തെഴുന്നേറ്റില്ല. ഹിറ്റ്ലർ ഉയർത്തെഴുന്നേറ്റില്ല. മുസോളിനി ഉയർത്തെഴുന്നേറ്റില്ല. ഗദ്ദാഫി ഉയർത്തെഴുന്നേറ്റില്ല. അലക്സാണ്ടർ ഉയർത്തെഴുന്നേറ്റില്ല. അവരെല്ലാം മരണം കൊണ്ട് തീർന്നപ്പോൾ യേശു കർത്താവ് മരണത്തെ ജയിച്ചു, കല്ലറയെ പൊട്ടിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതെ, ഉയർത്തെഴുന്നേറ്റ് സകലർക്കും തെളിവ് കാണിച്ച് യേശു സ്വർഗത്തിൽ പോയി. യേശു കർത്താവ് ഇനി വരാൻ പോകുക. അധിക താമസവിനാ ലോകത്തെ വീണ്ടെടുക്കുവാൻ, തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുകയാണ്. യേശു ക്രിസ്തു വീണ്ടും, ജീസസ് കമ്മിങ് സൂൺ. യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു. യേശു വരാറായി. അതെ, ഹല്ലേലൂയ. രണ്ടാമത് വരാമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. നമ്മുടെ മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞില്ല ഞാൻ വീണ്ടും വരാമെന്ന്. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞില്ല ഞാൻ വീണ്ടും വരാമെന്ന്. ലോകത്തെ കിടുകിട വിറപ്പിച്ച യുദ്ധവീരന്മാർ പറഞ്ഞില്ല ഞാൻ വീണ്ടും വരാമെന്ന്. അതെ, അമേരിക്കയുടെ അടിമത്വം നിർത്തലാക്കിയ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൻ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്. അതെ, മടങ്ങി വരാമെന്ന് പറഞ്ഞ ഒരേ ഒരുവനേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. യേശു പറഞ്ഞ് ഞാൻ വീണ്ടും വരാം. ഞാൻ പോയി സ്ഥലമൊരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വരാം, വീണ്ടും വരാം. അതെ, യേശു കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ലോകവ്യാപകമായി ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുക. ജാതി ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു. ക്ഷാമവും ഭൂകമ്പവും മഹാമാരിയും തമ്മിലടിയോ വർഗീയ ലഹളകളും അതുപോലെ പള്ളിയുടെയും അമ്പലത്തിൻ്റെയോ ആരാധനയുടെ പേര് പറഞ്ഞുള്ള കത്തിക്കുത്തുകളും കൊലപാതകങ്ങളും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വടക്കേ പല ഭാഗങ്ങളിൽ മാത്രമല്ല പല ഇടങ്ങളിൽ ക്രിസ്തു ശിഷ്യന്മാരെ വളരെ മൃഗീയമായി ഉപദ്രവിക്കുന്നു. അതെ, സമാധാനം സുവിശേഷിക്കുന്ന, സമാധാനം പ്രസംഗിക്കുന്ന, സമാധാനത്തിൻ്റെ വാക്താക്കളായ എന്നെപ്പോലുള്ള അനേക ദൈവദാസന്മാരെ അവിടെവിടങ്ങളിൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, യേശു വരാറായി. ഞങ്ങൾ പ്രതികരിക്കാത്തതിൻ്റെ കാരണം ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല. ഞങ്ങളുടെ ജീവിതം ഇവിടത്തേക്കുള്ള അല്ല. ഇവിടത്തെ 50, 60, 80 വർഷത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ മരണമെങ്കിൽ മരണം എന്ന് ഞങ്ങൾ ആവേശത്തോടെ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഇതിനപ്പുറം 1000 ആണ്ട് വാഴ്ച ഞങ്ങൾക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇവിടത്തെ 80, 50 വർഷത്തിന് വേണ്ടിയുള്ള അല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഇതിനപ്പുറം 1000 വർഷത്തെ ജീവിതമാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഭയപ്പെടാത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ
മറ്റൊരു നാമവുമില്ല. അത് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്താൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആ യേശുവിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കാം. യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് മരിച്ചു. അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും കർത്താവുമായി ഇന്നു രാത്രി ഏറ്റെടുക്കുന്നു. യേശുവേ, അങ്ങേക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ തരുന്നു. മറ്റാരേക്കാളും മറ്റേതിനേക്കാളും ഞാൻ എൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി തരുന്നു. അങ്ങേക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. അങ്ങേക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷകൻ, അങ്ങാണ് എൻ്റെ പിതാവ്, അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങാണ് എൻ്റെ കർത്താവ് എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു നിമിഷം ആ കർത്താവിന് വേണ്ടി ഏൽപ്പിക്കാമോ? ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഇതുവരെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ട് ഈ ദേശത്തായിരുന്ന ഈ ദേശത്തിലെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിലൂടെയുള്ള രക്ഷയും സമാധാനവും സന്തോഷവും ദൈവം അവർക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് ഈ ദേശത്ത് വരാൻ സത്യസുവിശേഷം വിളിച്ചറിയിപ്പാൻ ഇടയായി. ഈ സുവിശേഷം ആരും കേട്ടില്ല എന്ന് പറയുവാൻ ഇടയാക്കരുതേ. ഈ ദേശത്ത് ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാവരും നിത്യജീവൻ്റെ അവകാശികളാക്കി തരും. മതം നിങ്ങളെ ചതിക്കും, രാഷ്ട്രീയ പാർട്ടിക്കാർ നിങ്ങളെ ചതിക്കും, ലോകം നിങ്ങളെ ചതിക്കും. എന്തിനേറെ നിങ്ങളുടെ അപ്പൻ, നിങ്ങളെ ജനിപ്പിച്ച അപ്പൻ നിങ്ങളെ ചതിക്കും, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ നിങ്ങളെ ചതിക്കും. നിങ്ങളെ ചതിക്കാത്തൊരു വ്യക്തിയുണ്ട്, അത് ലോകരക്ഷകനായ യേശുവാണ്. യേശു ക്രിസ്തു നിങ്ങളെ ചതിക്കത്തില്ല. നിങ്ങളുടെ കൂടെയുള്ളവർ, കുടുംബക്കാർ, പ്രാണന് തുല്യം ചങ്കിന് തുല്യം കൊണ്ടു നടക്കുന്ന സകലരും നിങ്ങളെ ചതിക്കും, നിങ്ങളെ വഴിയാധാരമാക്കും. എന്നാൽ ലോകത്തിൻ്റെ രക്ഷകനായ യേശു നിങ്ങൾക്ക് വേണ്ടി ജീവൻ തരും. ആ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ.